ഹലോ എടാ റിയാസ, നീ എവിടാ? ആ എടാ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വസ്തു ഒന്ന് കൊടുക്കണമായിരുന്നല്ലോ. ചേട്ടൻ്റെ. ആ നിന്നെ വസ്തു കച്ചവടത്തിന് പോകുന്ന നിൽക്കാണ്ടല്ലോ, പുള്ളിക്കാരനെ വിളിച്ചോണ്ടൊന്ന് കാണിക്കാവോ? നീ അറിഞ്ഞില്ലായിരുന്നോ? ചേട്ടച്ചാരി ഒരു ആക്സിഡന്റ് ആകട്ടെ കിടക്കുക. ഒരുപാട് പൈസയൊക്കെ ആയടാ. ഇനിയിപ്പോ അടുത്ത ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാശ് ഒരുപാട് വേണം. ഭയങ്കര ബുദ്ധിമുട്ടില്ല. ആ ആ ഇപ്പൊ വരാമെന്നോ? ഇപ്പൊ വരാൻ ഉപകാരമായിരിക്കും. എന്നാ നോക്കിയിട്ട് പോ. ശരിയടാ, ശരി. നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി ആകെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളോട് നിൽക്കും. പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ വീട്ടിൽ കിടപ്പാ. പുള്ളിയുടെ വീടും വസ്തു കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ആകെ തീരുന്ന കുറച്ചായിട്ട് നിൽക്കുക. നമുക്ക് ആ വസ്തു ഒന്ന് പോയി കണ്ടാലോ? ഇവിടെ അടുത്ത ഇച്ചിരി അങ്ങോട്ട് പോയി, കുറച്ചങ്ങോട്ട് പോയാൽ ഒരു 2 കിലോമീറ്റർ നമുക്ക് കണ്ടിട്ട് പോട്ടെ. അതാ നമുക്ക് നോക്കാം. കാണിച്ച ഇതാ വീട്. കണ്ട അതാണ് ഈ കാണുന്ന വീട്. അങ്ങോട്ട് സൈഡ് പോയി. ഇത് 4.5 കൊടുക്കാൻ. ചേട്ടച്ചാരി ഒരു ആക്സിഡന്റ് കിട്ടായിരുന്നു. കുറച്ച് പൈസകളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാരും മറ്റുള്ളവരൊക്കെ സഹായിച്ചാ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അടുത്ത ട്രീറ്റ്മെന്റ് ഒന്നും പൈസ ഇല്ല. പുള്ളിക്ക് ഇത്രയും പെട്ടെന്ന് സർജറി വരും. ഇത് 4.5 സെന്റ് ഉണ്ട് തീർത്ത്. പുള്ളിക്ക് ഒരുത്തൻ തട്ടിയിട്ടിട്ട് പോയതാ. അവൻ എടുക്കാതെ ഇട്ടിട്ട് പോയി. അവൻ എടുത്തിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സമയത്ത് കൊണ്ടാത്തോണ്ട് അവിടെ കിടന്നു. കുറച്ചേരം റോഡിലൊക്കെ കിടന്നു. കേസൊന്നും കൊടുത്തില്ലായിരുന്നു. കേസ് കൊടുക്കാൻ എങ്ങനെ കൊടുക്കാനാ? ക്യാമറയൊന്നും ഇല്ലാത്തടത്തുമായിരുന്നു. അതിന് നമുക്ക് അതിനുള്ള പോകാനുള്ള പോക്കോളം ആകെ പുള്ളിക്കുള്ള ഈ വീട് മാത്രമേ ഉള്ളൂ. ആരും ഇല്ല, ഒറ്റയ്ക്ക് കിടക്കും. കാണാം. പിന്നെ ചേട്ടച്ചാര നമ്മുടെ കൊല്ലോടല്ലേ, കൊല്ലോട പാലം ഇറങ്ങി വരുമ്പോ നമ്മളെ വളം അങ്ങോട്ട് തിരിയത്തില്ലേ? വളം തിരിയുമ്പോ ചെറിയ കനാലില്ലേ, ആ കനാലിന്റെ ഇപ്പുറത്ത് വെച്ചായിരുന്നു. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പറ്റത്തില്ലായിരുന്നു. ഇതിപ്പോ നല്ല രീതിയിലാണ്. തലയോട്ടിയുടെ അവിടെ നല്ല സ്ക്രാച്ച് ഉണ്ട്. ആള് സംസാരിക്കത്തില്ല. ആളിനെ ശരിക്കും ഇതുവരെ ഓർമ്മ അങ്ങോട്ട് ഇതുവരെ വലുതായിട്ട് വന്നിട്ടില്ല. ഇല്ല. ഇടിച്ച ആളാരാന്ന് ഒന്നും അറിയത്തില്ലേ? ഇല്ല. എന്തോ ചെയ്യാനാ, അദ്ദേഹം തീരാറാണെന്ന് തോന്നുന്നു. ഈ വീടും വസ്തു ഞാൻ എടുത്തോളാം. അപ്പൊ ഞാൻ കുറച്ച് പൈസ ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾ സർജറി എല്ലാം കഴിഞ്ഞ് എനിക്ക് സമാധാനത്തെ വില പറഞ്ഞ് തന്നാൽ അപ്പൊ നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ. നിങ്ങൾ കുറച്ച് പൈസ ഒരു എത്ര രൂപ വേണ്ടി വരുന്നു? ഇപ്പം 8 ലക്ഷം രൂപ നമുക്ക് വേണ്ടത് മൊത്തത്തിൽ. ആ പൈസ ഞാൻ തരാം. നിങ്ങൾ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ആദ്യം സുഖപ്പെടുത്തി എടുക്കുക. പിന്നെ സമാധാനത്തെ എനിക്ക് എഴുതി തന്നാൽ കേട്ടാ. ഇക്ക എന്തൊരു പണിയൊക്കെ ഈ പറയാന്? ഇക്കയോ ഒരു ഇതുമില്ലാതെ ഇക്ക പെട്ടെന്ന് എടുത്ത് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തിനു? ഇക്ക സാധാരണ എഴുതിയിട്ട് പോലും ഇക്ക പൈസ കൊടുക്കാത്ത ഇക്ക പൈസ കൊടുക്കാന്ന് പറഞ്ഞ കാരണം എന്താ? എടാ, ഞാൻ അകത്ത് കയറിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. ആ പാലം ഇറങ്ങി വരുന്ന വളവിന് നമ്മുടെ ഈ കാറ് തട്ടിയതാ. എന്തോ കാറ് തട്ടി ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ച് വന്ന് ആ വളവൊന്ന് വീശിയെടുത്തു. പക്ഷെ ഇദ്ദേഹത്തിനെ തട്ടിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയേക്കടൊക്കെ ബ്ലഡ് ഒലിച്ച് എനിക്കൊരു വല്ലാത്ത വെപ്രാളമാക്കി. എന്തോ ഇദ്ദേഹം മരണപ്പെട്ടു പോലെ എനിക്ക് തോന്നി. ഞാൻ പിന്നെ അവിടെ നിന്നാൽ എനിക്ക് പണിയാവുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ പരിസരത്തൊന്നും ആരുമില്ല. ഞാൻ വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ പോയി. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ നിന്നാൽ എനിക്ക് പണിയാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിനെ അന്ന് ആശുപത്രി കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യന് അവസ്ഥ വരത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറ്റം ചെയ്ത് ഞാനല്ലോടാ. ഇവിടെ വന്നതുകൊണ്ടല്ലേ ഞാൻ ആ തെറ്റുകാരനെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഓരോ മനുഷ്യനും ഇങ്ങനെ തന്നെ. നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്. ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്.
അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാക്സിമം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അതിൻ്റെ പേരിൽ എന്ത് കേസുണ്ടായാലും ഇല്ലെങ്കിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. വാ.